മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം മുതൽ. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിനു തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിന്റെ കൃപപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. യേശുക്രിസ്തു പ്രധാന പുരോഹിതനായിട്ട് നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നാം അർപ്പിക്കുന്ന ബലിയിൽ നമ്മളോട് ചേർന്ന് പിതാവായ ദൈവത്തിനെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ സഭയിൽ അനുസരണക്കേടിന്റെ ബലിയർപ്പിക്കുമ്പോൾ അത് ക്രിസ്തു അർപ്പിക്കുന്ന ബലിയാവുന്നുണ്ടോ? ഇല്ല. ഇന്ന് ദൈവജനം മനസ്സിലാക്കേണ്ടത്, ഈ സഭാ സംവിധാനങ്ങളിൽ കളങ്കം പുരണ്ട പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ഒരിക്കലും അത് ദൈവത്തിന് സ്വീകാര്യമല്ല. നാം മനസ്സിലാക്കുക, നാം പാപമോചനത്തിനായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടുമാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത്, ബലിയർപ്പിക്കുന്നത് യേശുവിൻ്റെ കൂടെ. എന്നാൽ അനുഗ്രഹത്തിന് പകരം ശാപം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളും നമ്മുടെ തലമുറകളും നിത്യമായ നാശത്തിലേക്കല്ലേ ഇവർ മൂലം നാം എത്തിച്ചേരുന്നത്. ആയതിനാൽ ഓരോ വ്യക്തിയിലും ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ കർത്താവായ യേശു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവനോ അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ള വചനത്തെ പ്രാപിച്ചുകൊണ്ട് നാം കർത്താവിൻ്റെ സഭയോട് ചേർന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ആ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ കൃപ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.